നമുക്ക് പ്രതീക്ഷിക്കാം. ആദ്യഘട്ടത്തിൽ SIT-യിൽ തന്നെ 4 പേരുണ്ടായിരുന്നതിൽ ഒരു സീനിയറായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ മാറി. അപ്പം തന്നെ നമുക്കതിനെക്കുറിച്ച് അത് ആ SIT തന്നെ പ്രതിസന്ധിയിലായി എന്നുള്ളത്. തുടങ്ങുന്നത് പോലും അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആദ്യമേ വന്നു. പിന്നീടാണ് 20 ആക്കിയത് മാറ്റുന്നത്. അതിൻ്റെ ഘടന മാറ്റി കുറേ കൂടി അത്ര ഉയർന്നവരല്ലാത്ത ഉദ്യോഗസ്ഥരെ കൂടി അതിനോട് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ആ SIT ഉള്ളത്. അതേസമയം യഥാർത്ഥത്തിൽ ഇതിൽ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ഒരു നടപടി പാരലായിട്ട് നടന്ന കാര്യവും ഇതിനകത്ത് വളരെ പ്രധാനമാണ്. അതായത് ഈ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും പുറത്തു വരാതിരിക്കാൻ അവിടുത്തെ ഒരു സബ് കോർട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ആ ഉത്തരവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ധർമ്മസ്ഥല എന്ന് പറയുന്ന ധർമ്മസ്ഥലത്തെ ഈ ക്ഷേത്രത്തെ കുറിച്ച് പരാമർശിക്കാതെയും അവിടുത്തെ അധികാരിയായ ഇതിൻ്റെ പത്രാധികാരി എന്നാണ്, ധർമാധികാരിയും പിന്നെ എന്തോ ഒരു പേരുമുണ്ട്, ആയിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ആളെ മെൻഷൻ ചെയ്യാതിരിക്കുക. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഹർഷേന്ദ്ര കുമാർ, അങ്ങനെ എന്തോ ഒരു ഈ പേരുകളുള്ള ഇവരുടെ പേരുകൾ പരാമർശിക്കാതെയും മാത്രമേ വാർത്തകൾ കൊടുക്കാൻ പാടുള്ളൂ. ധർമ്മസ്ഥല എന്ന് മെൻഷൻ ചെയ്യാനും കൂടി പാടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഗാഗ് ഓർഡർ എന്ന് നമുക്ക് പറയാവുന്ന മാധ്യമങ്ങളുടെ വായ മൂടി കെട്ടുന്ന ഒരു ഓർഡർ വന്നു. അത് സുപ്രീം കോടതിയിലെത്തി. അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലേക്ക് പോയി. ഈ ഒരു മാധ്യമ ഗ്രൂപ്പ് തന്നെയാണ് അത് പോയത്, തേർഡായി പോയതാണ്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ പോകാതെ നേരെ അവിടെ വന്നുകൊണ്ട് തന്നെ അത് സുപ്രീം കോടതി അതിനകത്ത് ഇടപെടാൻ വിസമ്മതിച്ചു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. സൈഫു, എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വലിയൊരു തരത്തിലുള്ള ഒരു കൂട്ടക്കുഴിമാടമുണ്ടാക്കി ഇതുപോലെ സംസ്കരിക്കപ്പെട്ടു എന്നതിന് പല തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും ചില തെളിവുകൾ, ഇപ്പോൾ ആദ്യത്തെ കേസിലൊക്കെ ഒരു തെളിവൊക്കെ വന്ന പത്മാവതി എന്നോ പേരുള്ള ആ കുട്ടിയുടെ മലയാളി തന്നെ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ കേസിൽ അവിടെ നിന്ന് അസ്ഥി കണ്ടെടുത്തു എന്നതുവരെയുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അത്രയും തെളിവുകൾ പോലും ഉണ്ടായിരുന്ന, നേത്രാവതി പുഴയിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത്, അത്രയും തെളിവുകൾ പോലും ഉള്ള ഒരു കേസ് ഉൾപ്പെടെയുള്ള ഈ കേസുകൾ പരിശോധിക്കുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? അതെന്തുകൊണ്ടാണത് പുറത്തു വന്നത്? അപ്പോൾ അതിൻ്റെ സുതാര്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ ശ്രമം, ഒരു ഗൂഢമായ ശ്രമം നടക്കുന്നുണ്ട് എന്നതുകൊണ്ടാണല്ലോ ഇത് സംഭവിക്കുന്നത്. അത് ആ ഗൂഢശ്രമം ഈ അന്വേഷണത്തിൻ്റെ അവസാനം വരെ ശക്തമായി നിലനിൽക്കുകയാണ്. അങ്ങനെ ഒരു സമ്മർദ്ദം ഈ SIT-ക്ക് മേൽ ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് ഇതിനകത്ത് നിലപാടെടുത്ത് നിൽക്കുകയാണ്. അത് പൂർണ്ണമായും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നു. BJP അവിടുത്തെ പ്രതിപക്ഷം പറയുന്നത് ഈ ക്ഷേത്രത്തെ ഒരിക്കലും നിങ്ങൾ കളങ്കപ്പെടുത്തരുത്, ക്ഷേത്രത്തിൻ്റെ പേര് കളങ്കപ്പെടുത്തരുത്, ഇൻഡിവിജ്വൽസ് ഉന്നയിക്കുന്ന സാധനങ്ങളെ ആ നിലയ്ക്ക് മാത്രം കാണുക തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണത്തെ പൂർണ്ണമായും അടച്ച് എതിർക്കുന്ന ആരുമില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ചില ഗ്രൂപ്പുകൾ, ചില താല്പര്യങ്ങൾ ഇതിന് എതിരായി നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഗാഗ് ഓർഡർ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ അതാരാണ് എന്നുള്ളതാണ് അന്വേഷണം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായി നമ്മൾ കാണേണ്ടതെന്ന് വെച്ചാൽ, ഈ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക്, ഈ പറയുന്ന ഹെഗ്ഡേക്കായാലും അദ്ദേഹത്തിൻ്റെ ചേർന്ന് നിൽക്കുന്ന മറ്റാളുകൾക്കായാലും ആ ഭരണ സമിതിക്ക് തന്നെയായാലും ഈ പറയുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഉള്ളത്. അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല. ഈ ക്ഷേത്രമെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ ധർമ്മസ്ഥലയിൽ പോകുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വലിയ ഭക്തിയുടെയൊക്കെ വലിയ ഒരു സംഗതിയായിട്ടാണ് കാണുന്ന ആളുകൾ. എത്രയോ ആളുകൾ തീർത്ഥാടകരായിട്ട് അവിടെ പോകുന്നതാണ്. വലിയ സമ്പത്തുള്ള ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഈ കുടുംബത്തിന് മറ്റ് ചില ബിസിനസ്സുകളും ധാരാളമായി ഉണ്ട്. അവർ മൈക്രോ ഫിനാൻസ് നടത്തുന്നവരാണ്. ഈ പറയുന്ന ആ ദക്ഷിണ കന്നഡ ഭാഗങ്ങളിൽ മുഴുവൻ, മഞ്ചേശ്വരം മണ്ഡലത്തിൽ 27,000 സ്ത്രീകൾ ഇവരുടെ മൈക്രോ ഫിനാൻസിൽ അംഗങ്ങളാണെന്നാണ് പറയുന്നത്. 10,000 കോടിയാണ് ഇവർ ആ നിലയ്ക്ക് വായ്പ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അല്ലാതെ തന്നെ കിട്ടിയിട്ടുള്ള വിവരങ്ങളാണ്. അപ്പോൾ ഈ നിലയ്ക്ക് ഒരുപാട് താല്പര്യങ്ങളുള്ള ആളുകളാണ്. എന്നാൽ ഈ പറയുന്ന വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന ആൾ രാജ്യസഭാംഗമായിട്ടുണ്ട്. അദ്ദേഹത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലൊക്കെ സർവരാൽ ആദരിക്കപ്പെടുന്ന ആളുകളാണ്. ഏത് പാർട്ടിയും അദ്ദേഹത്തെ അങ്ങനെ അപമാനിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ആ പാർട്ടികളുടെ മുഴുവൻ അവരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉള്ള ഒരു ആളും കൂടിയാണ്. അപ്പോൾ ഈ താല്പര്യങ്ങൾ
അതോടൊപ്പം തന്നെ ഇത് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ, ഇതെല്ലാം ഇതിൽ വരാൻ പോകുന്നു, അത് സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ ശക്തമായ സൂചനകൾ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ 100-ൽ പരം കേസുകൾ എങ്ങനെയാണ് ഇൻഡിവിജ്വലി ഓരോന്നോരോന്നായി എടുത്ത് SIT അന്വേഷിക്കാൻ പോകുന്നത്? അതിനെവിടം വരെ പോകാൻ കഴിയും എന്നുള്ള വലിയ ചോദ്യമാണ്. ചിലതിന് മാത്രമാണ് നമുക്ക് വ്യക്തമായി നേരിട്ടുള്ള മൊഴികളുണ്ടാവുക, തെളിവുകളുണ്ടാവുക. അത് എത്ര കാലം ആ കുടുംബങ്ങൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത് തീർച്ചയായും ഒരു മൂടി വയ്ക്കാൻ ശ്രമിച്ച വലിയൊരു സംഗതി പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ അതേപടി ഇതുവരെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അത്രയ്ക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളാണ് ഇതിൻ്റെ മറുപക്ഷത്ത് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ നമ്മൾ ആരെയും അതിൽ അക്യൂസ്ഡായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരിടത്താണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഉത്തരവാദിത്തം ഉള്ള ആളുകൾ ഏത് അന്വേഷണത്തെയും പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ പേര് വീണ്ടെടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ അങ്ങനെ ദുർമരണങ്ങൾ നടന്നിട്ടില്ല. അവരെ ആരെയും അവിടുത്തെ ഒരു സംഗതി എന്ന നിലയിൽ അതുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കപ്പെടുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. അതിന് ആ സുതാര്യമായ അന്വേഷണത്തെ തടയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ചില താല്പര്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്ന്. അതുകൊണ്ട് ഇനി കാത്തിരുന്ന് കാണുക. അത് ആ അന്വേഷണം എവിടം വരെ പോകും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കാനേ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് നീതി ലഭ്യമാവുക എന്ന് പറയുന്നത് പരമപ്രധാനമായ കാര്യമാണ്.